യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. ലൂക്കായുടെ സുവിശേഷമാണ് 4-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. എന്താ നമുക്ക് നോക്കിയാലോ. ആരാധനാ ക്രമവത്സരത്തിലെ ഏറ്റവും പ്രധാന തിരുനാളായ പെസഹ ആഘോഷത്തിന് ഒരുക്കമായി നടത്തുന്ന നോമ്പാചരണത്തെ 50 നോമ്പ് എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുക. വലിയ നോമ്പ് എന്നും വിളിക്കാറുണ്ട്. കത്തോലിക്ക സഭയിൽ പുരാതന കാലം മുതലേ അനേകം നോമ്പാചരണം നിലവിലിരുന്നു. യോന പ്രവാചകൻ്റെ പ്രസംഗം കേട്ട് അനുതപിച്ച നിനവേക്കാർ രാജകൽപ്പന അനുസരിച്ച് ഉപവസിച്ചതിനെ അനുസ്മരിക്കുന്ന 3 നോമ്പ്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളായ ഡിസംബർ 8 ഒരുക്കമായി ആചരിക്കുന്ന 8 നോമ്പ്, മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളായ ഓഗസ്റ്റ് 15 ഒരുക്കമായി ആചരിക്കുന്ന 15 നോമ്പ്, യേശുവിൻ്റെ ജനന തിരുനാളിൻ്റെ തുടക്കമായി ആചരിക്കുന്ന 25 നോമ്പ് മുതലായവ ഉദാഹരണങ്ങളാണ്. ഇവയേക്കാൾ ഏറ്റവും കൂടുതൽ ദീർഘിക്കുന്നതിനാൽ വലിയ നോമ്പ് എന്ന് ഇതിനെ വിളിക്കുന്നു. 50 നോമ്പ് എന്നും വിളിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ 40 ദിവസമാണ് നോമ്പാചരണമായി കരുതുന്നത്. എന്താണ് 40 ദിവസത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ട് 50 നോമ്പ് എന്ന് പറയുന്നു? എന്നീ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ആദ്യമേ 40 ദിവസത്തിൻ്റെ കാര്യം നമുക്ക് നോക്കിയാലോ. ഏറ്റവും ആദ്യമേ ശ്രദ്ധയിൽപ്പെടുന്നത് പരസ്യ ജീവിതത്തിന് ഒരുക്കമായി യേശു 40 ദിവസം ഉപവസിച്ചു എന്ന് മത്തായി, മർക്കോസ്, ലൂക്ക എന്നീ സമാന്തര സുവിശേഷങ്ങൾ 3 രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ്. ഒന്നും ഭക്ഷിക്കാതെ നിരന്തരമായ പ്രാർത്ഥനയിൽ യേശു ചിലവഴിച്ച ആ 40 ദിവസത്തെ അനുസ്മരിച്ച് ഇന്ന് ക്രൈസ്തവർ 40 ദിവസം ഉപവസിക്കുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു. ഇതിൻ്റെ എല്ലാ ഓർമ്മയാണ് 40 ദിവസം ഉപവസിക്കുന്നതിലൂടെ ആചരിക്കുന്നത്. എപ്രകാരമാണ് 40 ദിവസം നിശ്ചയിക്കുക എന്നതും ശ്രദ്ധേയമാണ്. പേർത്തൂർത്ത ഞായർ മുതൽ ഉത്താന ഞായർ വരെ ദീർഘിക്കുന്ന 7 ആഴ്ചകളാണ് ഉപവാസകാലം. പൗരസ്ത്യ സഭകളിൽ ദുഃഖവെള്ളിയും ദുഃഖശനിയും അതികഠിനമായ ഉപവാസത്തിലൂടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ദിവസങ്ങളായി പരിഗണിച്ച് മറ്റു ദിവസങ്ങളിൽ നിന്നും മാറ്റുന്നതിൽ 40 എന്ന സംഖ്യ കിട്ടുന്നു. ഇനി 50 നോമ്പിൻ്റെ കാര്യം. പൗരസ്ത്യ സഭകളിൽ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയിൽ ഞായറാഴ്ച അടക്കം എല്ലാ ദിവസവും നോമ്പിൻ്റെ ദിവസങ്ങളാണ്. പേർത്തൂർത്ത ഞായർ തുടങ്ങി ഉത്താന ഞായറിൽ അവസാനിക്കുമ്പോൾ 50 ദിവസങ്ങളാകുന്നു. പരസ്യ ജീവിതത്തിന് ഒരുക്കമായി യേശു മരുഭൂമിയിൽ ചിലവഴിച്ച 40 ദിവസമാണ് ഇതിലെ ഏറ്റവും പ്രധാനം. ദൈവത്തോടും സഹോദരങ്ങളോടും സൗഹൃദത്തിൽ ഒരുമിച്ച് വസിക്കുക, അതാണ് നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ മുഖ്യമായ അർത്ഥവും ലക്ഷ്യവും. 50 നോമ്പ് എങ്ങനെ ആചരിക്കണം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.